ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു പാൽക്കോവയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാൽക്കോവ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്കൊരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയൊന്ന് നെയ്യിലും ഓയിലും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൈയെടുക്കാതെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൈദ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മൈദയുടെ മിക്സ് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുക്കുന്ന നേരം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്ക കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മൈദയുടെ മിക്സിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പിടാം. 2 സ്പൂണ് പാൽപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കണ്ടെയ്നറിൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്കിടാം. ഇതിവിടെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്നട്ടാണ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചു വച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ച് ഒരു 5-6 മണിക്കൂർ വെച്ചേക്കണം. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ ഒരു 1 മണിക്കൂർ വെച്ച് നമുക്കിത് പുറത്തെടുക്കാം. ഞാനിപ്പം ഫ്രീസറിൽ ഒരു 1 മണിക്കൂർ വെച്ചിട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.